വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 39 വീക്സ് ആയി. അപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 32-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 32 വീക്സ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ തപ്പി എൻ്റെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വച്ച ശേഷം പിന്നെ ഓരോന്നും മേടിച്ചു തുടങ്ങി. കാരണം ബേബിയുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വയ്ക്കണമല്ലോ. അതുകൊണ്ട് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 32-ലായപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം ഞാൻ എടുക്കാൻ വൈകിപ്പോയി ഈ വീഡിയോ. ഇപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇതെന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടു ഞാൻ ഇപ്പോൾ 39 വീക്സായി. ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ അതിനു മുന്നേ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാനിതിൽ എൻ്റെയും ബേബിയുടെയും മാത്രം സാധനങ്ങൾ മാത്രമാണ് ഈ ബാഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ബൈസ്റ്റാൻഡറിൻ്റെ ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോയേണ്ട ഫസ്റ്റ് കാര്യം നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സാണ്. അതും ഈ ബാഗിനകത്ത് ഇല്ല. ഞാൻ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പിന്നെ ചാർജർ, ഫോൺ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേറൊരു കുഞ്ഞ് സെപ്പറേറ്റ് ബാഗിലാണ് എടുക്കാൻ വിചാരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ അല്ലാതെ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബേബിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മേടിച്ചത്. അധികം ഒന്നും മേടിച്ചിട്ടില്ല. എല്ലാം കുറച്ചായിട്ട് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ച് മേടിച്ച് വെച്ച സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെയുള്ളത് ഇതിൽ എന്തൊക്കെ ഉപയോഗം വരും എന്നുള്ളതും, പിന്നെ ഏതെങ്കിലുമൊക്കെ അനാവശ്യമായിരുന്നോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വ്ളോഗ് ചെയ്യാം. എന്തൊക്കെ എനിക്ക് ആവശ്യം വന്നില്ല, ചിലത് എനിക്ക് എക്സ്ട്രാ ആവശ്യം വന്നു പക്ഷെ ഞാൻ എടുത്തില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേബിയുടെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് കവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഇന്നതിൽ ഇതുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് കാണുന്നത് ഇത് കുഞ്ഞു ക്യാപ്സും മറ്റേ ബൂട്ടീസ് മിറ്റൻസ് ഒക്കെയാണ്. അതായത് ക്യാപ്പ്, കുഞ്ഞു സാധനങ്ങൾ. ഇതൊരു 4 ജോഡി ഉണ്ട്. അപ്പോൾ ഇതാണത്. ഞാനിത് ഫസ്റ്റ് പ്രൈസാണ് മേടിച്ചത്. ഇത് ഞാൻ വാഷ് ചെയ്ത് അലക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ അടുത്തത് ഇതൊരു സ്വാഡിലാണ്. ഇത് ആക്ച്വലി റാപ്പാണ്. അതായത് ഇത് ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കാം. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് മേടിച്ചതാണ്. അറിയില്ല, കാരണം ഞാൻ സ്വാഗീസ് അല്ലാതെ മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ കുറച്ചിങ്ങനെ റാപ്പ് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കേട്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല ക്യൂട്ടായിട്ട് ഡക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കാലി വെച്ചിട്ട് നമുക്കിങ്ങനെ റാപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഒരു 2 ഉണ്ട്. അപ്പം ഇത് മേടിച്ചു. ഞാൻ ബേബിയുടെ പ്രോഡക്റ്റ് എല്ലാം മേടിച്ചത് ഫസ്റ്റ് ക്രൈ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല റിവ്യൂ ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സാണ് അതിന് കിട്ടിയത്. കുഴപ്പമില്ല. അതിൽ തന്നെ കുറേ ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഫസ്റ്റ് ബേബിയുടെ പ്രോഡക്റ്റ്. ഇത് നമ്മുടെ കുഞ്ഞുവാവേൻ്റെ ഉടുപ്പാണ്. കുഞ്ഞുടുപ്പും അതിന് കൂടെയുള്ള ഒരു നാപ്കിൻസുമാണ് ഇതിലുള്ളത്. അത് നല്ല, അതും ഒരു 5 ജോഡി ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഉടുപ്പാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാം കോട്ടൻ്റെയാണ് ഞാൻ മേടിച്ചത്. ഇതെല്ലാം ഞാൻ വാഷ് ചെയ്ത് അലക്കി വെച്ചിട്ട് പിന്നെ തേച്ചും കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞുടുപ്പും നാപ്കിൻസുമാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 5 ജോഡി വീതമുണ്ട്.
സ്വാഡിൽസ് ഞാനൊരു 5 മേടിച്ചു. അത് നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ യൂസ്, അതായത് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേഴ്സ് പറഞ്ഞു തരുമായിരിക്കും ഇത് എങ്ങനെയാണ് മടക്കി കുഞ്ഞിനെ നോക്കുന്നത്. ഞാൻ വീഡിയോസൊക്കെ കണ്ടു, പക്ഷേ അങ്ങ് പഠിച്ചില്ല. ഇനി ബേബി വന്നിട്ട് വേണം ഇത് നോക്കാൻ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത്, ഇത് അത്യാവശ്യം വലിയ സൈസാണ്, മടക്കി ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു 5 ഉണ്ട്. ഞാൻ അതിനെ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുണ്ടിനെ അലക്കി അതിനെ ഞാൻ കീറി കുറേ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സ്വാഡിൽസ് എപ്പോഴും ഉപയോഗം വരില്ലല്ലോ. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അമ്മ റെഡിയാക്കി തന്നതാണ് ഈ മുണ്ട്. അതൊരു കുറച്ച് 10 പീസസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോട്ടൺ ബൗൾസ് മേടിച്ചു. അതായത് ഞാൻ ഒരിടത്ത് കണ്ടു ബേബിക്ക് കോട്ടൺ ബൗൾസ് ചൂടുവെള്ളത്തിൽ മുക്കി നമുക്ക് വൈപ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും കോട്ടൺ ബോൾസ് ആയിരിക്കും നല്ലത്. ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വൈപ്സിനേക്കാളും എന്നാണ് ഞാൻ കേട്ടത്. വൈപ്സ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ നോക്കറിയില്ല ഇതിൻ്റെ ഉപയോഗവും. അതുകൊണ്ട് ഞാൻ കോട്ടൺ ബോൾസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് ഇതിനകത്ത് 2 സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ റിസീവിങ് ബ്ലാങ്കറ്റ് ആണ്, അതായത് ബേബിനെ റിസീവ് ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ കൊടുക്കുന്ന ബ്ലാങ്കറ്റും. ഇത് നമ്മുടെ മാറ്റാണ്, അതായത് യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും പോവാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ബെഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തില്ലേ, ആ മാറ്റാണിത്. അതും വലുതായതുകൊണ്ട് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ബേബി കുഞ്ഞായിരിക്കുമല്ലോ, ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ ഉപയോഗിക്കാൻ. അതായത് ഒന്ന് എടുത്താലും നമുക്ക് അടുത്തെടുക്കാം. വേറെ ഞാൻ ഒരെണ്ണം മേടിച്ചതുണ്ട്, അത് പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല. ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് 4ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് റിസീവിങ് ബ്ലാങ്കറ്റ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്, അത്യാവശ്യം വലുതാണ്. എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടിപ്പോയി, വലിയ സൈസായിപ്പോയി. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ കൊള്ളാം, നല്ല സാധനമാണ്. പിന്നെ ഞാൻ എടുത്തത് ബേബി ക്യാരിയിങ് നെസ്റ്റ് ആണ്. അതായത് പറയല്ലോ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, ഇവിടെ സിബുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇതിൻ്റെ കൂടെ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബെഡിങ് സെറ്റ് ഉണ്ട്, പിന്നെ ബെഡിൽ നെറ്റുള്ള ഒരു ഇത് കൂടെ ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അതും നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സെറ്റ് ഞാൻ ആ ബെഡിങ് ഒന്നും കൊണ്ടുപോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് മാത്രം ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേബിയുടെ സാധനങ്ങൾ. ബേബിയുടെ അത്രയായിരുന്നു കണ്ടത്. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡയപ്പർ ഒന്നും ഞാൻ എടുത്തില്ല. ഡയപ്പർ ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ മാത്രമല്ല ന്യൂ ബോണ്ട് ഞാൻ അല്ലാതെ നോക്കിയപ്പോൾ കിട്ടിയില്ല, കടയിലൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ആക്സസിബിൾ ആയിരിക്കും, ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡയപ്പർ എടുത്തില്ല. അപ്പോൾ ആ ഒരു സാധനം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മേടിക്കാൻ പറ്റുമായിരിക്കും. വേറെ ബേബിക്ക് എസെൻഷ്യലായിട്ട് വേറെ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇനി നമുക്ക് എൻ്റെ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. എനിക്കും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ഒരു 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലും ഇതൊരു 75 ml ബോട്ടിലുമാണ്. ഇത് ആക്ച്വലി ഫ്ലാസ്ക്കാണ്, ചൂടുവെള്ളം നിൽക്കാൻ. ഇത് ചൂടുവെള്ളമൊന്നും നിൽക്കത്തില്ല, പക്ഷെ 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പം വെള്ളം എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ ടോയ്ലറ്ററീസ് ആണ്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ സോപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്ലിപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, കാരണം അവിടെ ലേബറിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ അല്ലാത്ത ചെരുപ്പിടാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സ്ലിപ്പേഴ്സ്
കരുതിയിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനത് നോട്ട് ചെയ്തു. അപ്പം അത് ഒരെണ്ണം ആവശ്യമുണ്ട്. പിന്നെ ടവൽസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടവലുണ്ട്. ഒന്ന് ഞാൻ പിന്നെ ബേബിക്കും കൂടെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പാഡ് സെറ്റ് എടുത്തിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം നമുക്ക് ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് ഒരു പാഡ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ എക്സ്ട്രാ മെറ്റേണിറ്റി പാഡ് എന്നും പറഞ്ഞു അങ്ങനെയൊന്നും മേടിച്ചില്ല. ഞാൻ അമ്മേനോടൊക്കെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സാധാ ഒരു പാഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മെറ്റേണിറ്റി ഗൗൺസാണ്. ഒരു 5 ജോഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിബുണ്ട്, 2 സൈഡിലും സിബ് ഉള്ളതാണ് ഈ ഗൗൺസ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റ് പില്ലോസ് ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം ആവശ്യം വന്നാലും. പിന്നെ ഇതൊക്കെ എൻ്റെ ഇന്നേഴ്സാണ്. പിന്നെ അടുത്തത് ഇത് ബ്രസ്റ്റ് പമ്പാണ്. ഇത് ഞാൻ ആക്ച്വലി മേടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട് അഥവാ ചിലപ്പോൾ ആവശ്യം വരാനുള്ള ചാൻസ് ഉള്ള സാധനമാണ് ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ കാരണം സി സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ബ്രസ്റ്റ് പമ്പ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ട് വാങ്ങി ഞാൻ അതും ചൂടുവെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം ഇത് ഉപയോഗമുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ബേബിക്ക് വേണ്ടി മേടിച്ചതാണ്, ഡയപ്പർ റാഷ് ക്രീം. അപ്പം എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ റാഷ് ക്രീം റാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടതുകൊണ്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം ആവശ്യം വരുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് മറക്കാതെ എടുക്കണം, അതാണ് മെയിൻ. പിന്നെ ഇൻഷുറൻസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കണം. അവിടെ ചെന്നിട്ട് ഓടാൻ നിൽക്കരുത്. നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് നമ്മൾ മെയിനായിട്ട് ക്യാരി ചെയ്യേണ്ടത്. അപ്പം ആധാർ കാർഡ്, ID പ്രൂഫുകൾ, ഇതെല്ലാം സെപ്പറേറ്റ് ഒരു ഫയലിലാക്കി ഒരു ബാഗിൽ സെപ്പറേറ്റ് വെക്കുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാണ്ട് സെപ്പറേറ്റ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ വേണ്ടത്, ഇൻഷുറൻസിൻ്റെത്, ഇത് മെഡിക്കൽ റെക്കോർഡ്സ്, ഇത്രയും തന്നെയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബൈസ്റ്റാൻഡറിൻ്റെത് സെപ്പറേറ്റ് വേറൊരു ബാഗിനകത്ത് ആക്കി വയ്ക്കുക. ഇതെനിക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുത്തുകൊണ്ട് ഓടണമെന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞത് കാരണം എനിക്കന്ന് പോയാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ബാഗിനകത്തുള്ളത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആവശ്യം വന്നോന്നെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആവശ്യമില്ലാതിരുന്നെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ കുറേ ഡിലേ ആക്കുന്നുണ്ട് വീഡിയോസ് ഇടാൻ, എനിക്കറിയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇടാൻ വൈകുന്നത്. എന്നാലും ഇടയ്ക്ക് ഇനിയും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. പ്ലീസ് ഡു സപ്പോർട്ട്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഒരാൾക്കെങ്കിലും, കാരണം ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ്, വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും എൻ്റെ പാക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗം വരികയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.